സുഖമല്ലേ? ഇവിടെ ഞാനും സുഖമായിട്ടിരിക്കണം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റാണ്. ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. എനിക്ക് ആ താഴത്തെ ഭാഗം മാത്രം മതി. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കുകൾ, അത് നമുക്ക് ക്രാഫ്റ്റൊക്കെ ഐറ്റംസൊക്കെ മേടിക്കാൻ കിട്ടുന്ന കടകളിൽ നമുക്ക് കിട്ടും. അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പണ്ട് ഒരു ഗെയിമിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത, ഒരു കബൂം എന്ന് പറഞ്ഞൊരു ഗെയിമിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഐസ്ക്രീം സ്റ്റിക്കുകളാണ്. അതാണ് അവിടെ കുറച്ചൊക്കെ എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി എടുത്ത കുറച്ച് സ്റ്റിക്കുകളാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓർത്തു എന്തായാലും ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ ഇതൊരു റീയൂസ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ സ്റ്റിക്കുകൾ ഞാനിവിടെ ബോക്സിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിക്കുമ്പോൾ മാക്സിമം പരമാവധി എന്താ പറയുക, വീതിയിൽ, ഒരേ വീതിയിൽ വേണം ഒട്ടിക്കാൻ. പിന്നെ ഒട്ടിക്കുമ്പോൾ ചില സ്റ്റിക്കുകളൊക്കെ വളഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനത്തെ സ്റ്റിക്കുകൾ എടുക്കരുത്, നേരെയായിട്ടുള്ള സ്റ്റിക്കുകൾ വേണം എടുക്കാൻ. അങ്ങനെ നമുക്ക് ഈ ബോക്സിൻ്റെ 4 ഭാഗത്തും നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ബോക്സിൻ്റെ താഴെ നിന്ന് മേളിലോട്ട് ഒരേ രീതിയിൽ, ഒരേ അളവിൽ വേണം കേട്ടോ ഒട്ടിക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മളിവിടെ മൊത്തം ഒട്ടിച്ചു കഴിഞ്ഞു. ഞാനിപ്പോൾ ഒരു ചാക്ക് നൂല്, അതായത് നമ്മുടെ ജൂട്ടിൻ്റെ നൂലില്ലേ, അതും ഈ പറഞ്ഞ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ മേടിക്കുന്ന കടകളിൽ കിട്ടും. അപ്പോൾ അതും ഇതുപോലെ ഞാൻ ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ താഴ്ഭാഗത്ത് നിന്ന് ചുറ്റിയിട്ട് നമുക്ക് മുകളിലോട്ട് പോകാം. അതാണ് എപ്പോഴും എളുപ്പം. അപ്പോൾ ചുറ്റുമ്പോൾ മാക്സിമം നല്ല കുറച്ച് ഗം തേച്ചിട്ട് വേണം ചുറ്റാൻ. പിന്നെ നമ്മൾ ഓരോ ലെയർ ചുറ്റുമ്പോഴും അത് തമ്മിൽ, അതായത് ഒരു ലെയർ ചുറ്റിയതിന് ശേഷം അടുത്ത ലെയർ ചുറ്റുന്നതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ചുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ജൂട്ടിൻ്റെ നൂല് മാത്രമേ കാണാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ ഇത് ഒട്ടിക്കുമ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് ഒട്ടിക്കുമ്പോൾ ഒന്ന് വലിച്ചിട്ട് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തളർന്നിരിക്കും. ഓക്കെ, അതിനുശേഷം ഞാനിപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിക്കിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പുകളുണ്ടല്ലോ, അത് ഞാനങ്ങ് മുറിച്ച് മാറ്റുകയാണ്. അപ്പോൾ ആ സ്റ്റിക്ക് ഒട്ടിച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്കതങ്ങ് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഞാനിപ്പോൾ എല്ലാം ആദ്യം കട്ട് ചെയ്തതിന് ഉള്ളിലോട്ട് വെക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം ഞാൻ ഉള്ളിൽ നിന്ന് അത് പറിച്ചും കളയുന്നുണ്ട്. അപ്പോൾ ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഞാൻ എടുത്തതിൻ്റെ കാരണം ഇതാണ്. എനിക്കപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഈക്വൽ വിട്ടിൽ കിട്ടും എല്ലാ ഭാഗവും. ഇതേപോലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ സ്റ്റിക്ക് ഒടിഞ്ഞു പോകാതെ നോക്കണം, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കുറച്ച് സമയമെടുത്ത് സാവധാനം ഇത് ചെയ്താൽ മതി. ഇപ്പോൾ ആ ജൂട്ട് മൊത്തം ചുറ്റിയേക്കണം കണ്ടോ, ഞാനിതാണ് പറഞ്ഞത്, അത് തമ്മിലിടയിൽ ഗ്യാപ്പ് വരരുതെന്ന്. കണ്ടല്ലോ, ഇതിപ്പോൾ നല്ല നീറ്റായിട്ട് വന്നല്ലോ. നമ്മൾ ഓരോ സ്റ്റെപ്പും മാക്സിമം പയ്യെ നല്ല വൃത്തിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിന് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒരു കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. നമ്മൾ ഇനിയും ഇതിന് മുകളിൽ കുറേ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഒരു പ്രൊഫഷണൽ ലുക്ക് വരണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാക്സിമം ഫിനിഷിങ്ങിൽ വരുത്താൻ നോക്കണം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ബോക്സ് ഉണ്ടാക്കാൻ ഏകദേശം 1-2 പ്രാവശ്യം ഞാൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ബോക്സ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ആ നൂല് ഞാൻ പകുതി വരെയല്ലേ ചുറ്റിയുള്ളൂ, ഇതങ്ങ് കംപ്ലീറ്റ് ആക്കി, അതായത് സ്റ്റിക്കിനെ കവർ ചെയ്ത് കുറച്ച് ചുറ്റിയതിന് ശേഷം ഓരോ സ്റ്റിക്കിൻ്റെയും, അതായത് ഒന്നിടവിട്ട സ്റ്റിക്കുകൾ ഞാനിങ്ങനെ ഒരെണ്ണം ഉള്ളിൽ കൂടി എടുത്തു, ഒരെണ്ണം പുറത്തു കൂടി എടുത്തു. അങ്ങനെ കണ്ടോ, ഒരെണ്ണം ഞാനിപ്പോൾ അകത്തെടുത്ത ജൂട്ടാണെങ്കിൽ അടുത്തതിൽ ഞാൻ പുറത്തു കൂടി എടുക്കും. കണ്ടോ, അപ്പോൾ ഇതുപോലെ ഒരെണ്ണം അകത്തു കൂടി എടുത്തു, ഒരെണ്ണം പുറത്തു കൂടി എടുത്തു. അങ്ങനെ 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 ഈ ബോക്സ് ഫുള്ളും നമുക്ക് ചുറ്റിയെടുക്കാം.
അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കപ്പോൾ ശരിക്കും നമ്മുടെ ബാസ്ക്കറ്റിന് ഒരു ലൈൻസ് ഒക്കെ പോലെ കാണൂലേ, അപ്പോൾ ആ ഒരു ടെക്സ്ചർ, ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുറ്റുന്നത്. ഇഴഞ്ഞെടുക്കുക, അങ്ങനെ നെയ്തെടുക്കുക അങ്ങനെയൊക്കെ പറയില്ലേ. ഇതിപ്പോൾ അതൊരു വേറെ ടൈപ്പ് നെയ്യിൽ, ഇത് നമ്മുടെ ഒരു എന്താ പറയുക, കണ്ണിൽ പൊടി ഇട്ടുകൊള്ളുന്നൊരു നെയ്യ്. ആർക്കും മനസ്സിലായില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇടയിൽ ഗ്യാപ്പ് കാണാം. അതിപ്പോൾ എന്താ പറ്റണേന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് അടുത്തൊരു റൗണ്ട് വരൂലേ, ആ റൗണ്ടിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴത്തോട്ടാക്കിയാൽ മതി. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ മാറും. കണ്ടോ, ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പില്ലല്ലോ. അപ്പോൾ ഓരോ റൗണ്ടിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ആ ഓരോ കോർണർ ഭാഗത്ത്, അതായത് നമ്മുടെ രണ്ട് സൈഡും കൂടി ചേരുന്ന ഭാഗം ഞാൻ പുറത്തുകൂടി തന്നെ എടുത്തിരിക്കുന്നത്, അകത്തുകൂടി എടുത്തില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ അകത്തുകൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാസ്ക്കറ്റിൻ്റെ അകത്ത് നമുക്ക് സ്പേസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ആ 4 ഭാഗത്തെയും കോർണറുകളുടെ അവിടെ വന്നപ്പോൾ പുറത്തുകൂടി എടുത്തു. ഓക്കെ, അല്ലാത്ത ഭാഗത്ത് കോർണർ കഴിയുമ്പോൾ അകത്തുകൂടി എടുത്തു, അത് കഴിഞ്ഞ് പുറത്തുകൂടി എടുത്തു. അങ്ങനെ സിക്സാക്ക് പോലെ നമ്മൾ ചെയ്തെടുക്കാം. ഓക്കെ, അതങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എക്സ്ട്രാ വന്നു, അതായത് നമ്മുടെ ബോക്സ് ഞാൻ ആ കോർണർ ഭാഗത്ത് മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ സ്റ്റിക്കിൻ്റെ, അത് ഞാൻ പറയാൻ മറന്നു. നമ്മൾ ആ കോർണർ ഭാഗം മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കോർണർ ഭാഗത്തിൻ്റെ നീളത്തിനനുസരിച്ചുള്ള സ്റ്റിക്കുകൾ ഞാൻ ബാക്കി മുറിച്ച് കളയാണ്. എനിക്ക് അത്രയും ലെങ്ത്ത് മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹൈറ്റിന് ഈ പറയുന്ന ബാസ്ക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ചുറ്റിയതുപോലെ തന്നെ മൊത്തം അങ്ങ് ചുറ്റിയെടുക്കാം. എനിക്ക് പക്ഷേ അത്രയും എന്താ പറയുക ഹൈറ്റ് ഉള്ള ഇത് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഇത്രയും, എനിക്ക് ആ ബോക്സിൻ്റെ അത്ര ഉള്ള ഇത് തന്നെ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഓരോ ഐസ്ക്രീം സ്റ്റിക്കും ചുറ്റിയെടുത്തു. ഇത്രയും നേരം നമ്മൾ മൊത്തത്തിൽ ചുറ്റിയെടുക്കുകയല്ലേ ചെയ്തേ. ഇതിപ്പോൾ ഓരോ സ്റ്റിക്കും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ചുറ്റി കൊടുക്കുകയാണ് ചെയ്തത്. അത് എന്താ പറയുക, നമ്മൾ ഓരോന്നും കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ അത് ഫിക്സ് ആയിട്ട് ഇരുന്നോളും. നമുക്കൊരു ലക്ഷ്യമുള്ളൂ, അത് പുറത്ത് കാണരുത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അതങ്ങ് കവർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ബാഗ്, ഇതിപ്പോൾ ഒരു ബാസ്ക്കറ്റ് അല്ലേ, അപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 3 പീസ് നമ്മുടെ ഈ പറഞ്ഞ ജൂട്ടിൻ്റെ നൂലെടുത്തിട്ട് ഒന്ന് മുടിയൊക്കെ പിന്നിടില്ലേ, അതുപോലെ പിന്നിടുകയാണ്. എന്നിട്ട് ഇപ്പം നമ്മുടെ ഹാൻഡ് ബാഗിൻ്റെ ഒക്കെ സൈസിൽ ആ ഒരു സൈസിലുള്ള ഇതുണ്ടല്ലേ, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ചെറിയൊരു രീതിയിൽ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കുക. നമുക്കപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഈ പിന്നെടുത്ത ഭാഗം ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇതുപോലെ. അപ്പോൾ നമുക്കിന്നെ ഹോൾഡ് ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹോൾഡർ വന്നാൽ, അപ്പോൾ അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ജൂട്ടിൻ്റെ ഇത് പിന്നിട്ടിരിക്കുന്നത് എടുത്തത്. അപ്പോൾ ഇത് നമുക്കിതുപോലെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇതിപ്പോൾ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം പിന്നെ ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ആ ബാസ്ക്കറ്റിൻ്റെ ഫുൾ നമ്മൾ ചുറ്റിക്കഴിഞ്ഞല്ലോ, പക്ഷേ ആ സ്റ്റിക്കിൻ്റെ ഭാഗം വന്നപ്പോൾ, അതായത് ആ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ഒരു എന്താ പറയുക പൊങ്ങി താന്നൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് ചുറ്റും ഉള്ള ഒരളവിലുള്ള ഒരു കാട്ടൻ്റെ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തു. അതായത് നമ്മുടെ ഈ റെക്ടാങ്കുലർ പീസിൻ്റെ ചുറ്റിലോ ഉള്ള അളവിൽ ഒരു കാട്ടൺ ബോക്സ് ഒരു ചെറിയൊരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഞാനിവിടെ റെഡ് കളറ് വുളൻ പറഞ്ഞ നൂല് ഞാൻ ഇവിടെ ചുറ്റി കൊടുക്കണം. എന്നിട്ട് ഈ ചുറ്റി കൊടുത്തിട്ട് എനിക്കത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ചുറ്റുമ്പോൾ നേരത്തെ പോലെ തന്നെ 2 ഇടകൾ തമ്മിൽ ഗ്യാപ്പുകൾ കാണാൻ പാടില്ല. അപ്പം മാക്സിമം നീറ്റായിട്ട് വേണം ചുറ്റാൻ. ഒരു ഭാഗം നീറ്റായാൽ മതി, മറ്റേ ഭാഗത്തൊക്കെ നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതിപ്പോൾ ഒരൊറ്റ
തുമ്പത്ത് മാത്രം നമ്മൾ ഗം തേച്ചാൽ മതി, പിന്നെ ഗം തേക്കണമെന്നൊന്നുമില്ല. നമ്മളെന്തായാലും ഇത് കട്ട് ചെയ്യുന്നില്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ ആ ചുറ്റിനുള്ള അളവ് ഉള്ള കാട്ടൻ്റെ പീസ് തന്നെ എടുക്കാൻ. അപ്പോൾ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗമ്മൊന്നും തേച്ച് സമയം കളയണ്ട. അപ്പോൾ ഇതിപ്പോൾ ഞാനത് ഫുൾ അങ്ങ് ചുറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിക്കുമ്പോൾ ചില സ്റ്റിക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒട്ടിക്കുന്ന സമയത്ത് വേണം നമ്മൾ നോക്കി ചെയ്യാൻ. ഓക്കെ, ഇതിനും ഞാൻ ഹോട്ട് ഗ്ലൂ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ ഒരുപാട് തവണ പൊള്ളിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് വേറെ ടൈപ്പ് ഗ്ലൂ ഒന്നും എന്താ പറയുക അത്രയും കംഫർട്ടായിട്ട് ഇത്രയും പെട്ടെന്ന് ഒട്ടുന്ന നമുക്ക് കുറച്ച് ജോലി എളുപ്പമാക്കി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഹോട്ട് ഗ്ലൂ ഉപയോഗിക്കുന്നത്. എൻ്റെ കൈ ഭയങ്കര സെൻസിറ്റീവാണ്. പെട്ടെന്ന് എന്തെങ്കിലും വീണാൽ തന്നെ അതൊരു ഭയങ്കരമായിട്ട് വേദന എടുക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹോട്ട് ഗ്ലൂ എടുക്കുമ്പോൾ തന്നെ പേടിയാണ്. ഒരുപാട് പ്രാവശ്യം കയ്യിൽ നമ്മൾ അറിയാതെ തന്നെ വീടും. അത് നമ്മൾ ആ ക്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കോൺസെൻട്രേഷനിൽ കയ്യിലോട്ട് വീഴാതെയൊക്കെ നോക്കിയാലും എങ്ങനെയെങ്കിലും അത് കയ്യിലോട്ട് വീഴും. ആ കറക്റ്റ് അളവെടുത്ത കാരണം കൊണ്ട് നമ്മൾ എക്സ്ട്രാ ചുറ്റേണ്ടി വന്നില്ല. അല്ലെങ്കിൽ വെറുതെ നമ്മൾ എക്സ്ട്രാ ചുറ്റി നമ്മുടെ സമയവും പോകും, ആ നൂലും വെറുതെ വേസ്റ്റാവും. ഇതേപോലെ കറക്റ്റായിട്ട് അളവെടുത്തിട്ട് വേണം ചുറ്റാൻ. അങ്ങനെ ആ ബോർഡർ ഓക്കെയായി. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ഹാൻഡ് ബാഗ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് ബാസ്ക്കറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതൊന്ന് ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്യണേ. ഇപ്പം നമ്മൾ നടുവിൽ നമ്മൾ പിന്നിട്ട ഇത് ചെയ്തല്ലോ, ഒട്ടിച്ചല്ലോ. അപ്പോൾ അതുപോലത്തെ തന്നെ നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും, ചെറിയ ടൈപ്പ് ഇതേപോലെ പിന്നിട്ടിരിക്കുന്നത്. അതിപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ജൂട്ടിൻ്റെ ആ നൂല് തീർന്നു പോയി. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഓൾറെഡി. വെറുതെ ഇത് മേടിച്ച് നമ്മൾ കളയേണ്ട കാര്യമില്ല. ഇതേപോലെ തന്നെ പിന്നിട്ടിട്ടുള്ള സെയിം മോഡൽ തന്നെയാണ് ചെറിയ ഇഴകളായിട്ട് പിന്നിട്ടിരിക്കുന്നത്. അത് ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ എന്തായാലും ഇത് ഉപയോഗിക്കണം. അങ്ങനെ നമുക്കതങ്ങ് കംപ്ലീറ്റ് ചെയ്ത്, അതായത് നമുക്ക് എത്ര വിഡ്ത്തിലാണോ വേണ്ടത് ആ വിഡ്ത്തിൽ നമുക്കിതങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒട്ടിച്ചതിന് ശേഷം എക്സ്ട്രാ കുറച്ച് ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടൻ്റെ പീസുകൾ നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗത്തുള്ള കാട്ടൻ്റെ പീസുകൾ നമുക്കങ്ങ് മുറിച്ച് മാറ്റാം. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ ഉള്ള തിക്നെസ്സിലുള്ള നമുക്ക് ഇത് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ കാപ്പി കുടിച്ചുകൊണ്ട്, ഇതിപ്പോൾ രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത്, ഏകദേശം 10-11 മണിയായി. അപ്പോൾ ഉറങ്ങാതിരിക്കാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ക്യാമറയിൽ വരികയും ചെയ്തു. ഓക്കെ, എനിവേ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അതങ്ങ് ഒട്ടിക്കുകയാണ്. ഒട്ടിക്കുമ്പോൾ നമ്മൾ ആ ചുറ്റിയിരിക്കുന്ന ഭാഗം, ആ എന്താ പറയുക, നമ്മൾ ജൂട്ട് ചുറ്റിയില്ലേ അതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് ആണ് ഞാനിതിപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ടല്ലോ, അതുപോലെ. ഇതിപ്പോൾ സൈഡിൽ നമ്മളിപ്പോൾ കാട്ടൺ പീസ് ആയതുകൊണ്ട് നമ്മൾ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, കട്ട് ചെയ്ത് കളയുമ്പോൾ. അപ്പോൾ അതൊന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതും ഇതുപോലെ തന്നെ നേരത്തെ നമ്മുടെ ചെറിയ ഒരു ഇതുള്ളത് ഒട്ടിച്ചില്ലേ നമ്മുടെ ഈ ഹോൾഡറിൽ, അപ്പോൾ അതുപോലെ ഞാൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതും അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. വേണമെങ്കിൽ വേറെ ഇതിൽ കുറച്ച് അട്രാക്റ്റീവ് കളർ ഒട്ടിക്കാൻ ഞാനിപ്പോൾ അതിനോട് മാച്ച് ചെയ്ത് ഉള്ളത് തന്നെ കൊടുക്കുകയാണ്. കണ്ടോ, ആ ഭാഗം അത് ഒട്ടിച്ചില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അത് ഓക്കെ. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു ഗ്രീൻ കളറ് റിബൺ വെച്ചിട്ട് ബാസ്ക്കറ്റിട്ട്, അതായത് നമ്മുടെ ആ ബോർഡറും ആ റെഡ് കളറിലുള്ള ബോർഡറും നമ്മുടെ സ്റ്റിക്ക് ഒട്ടിച്ചിരിക്കുന്ന ഭാഗം കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ എത്രയൊക്കെ ചെയ്താലും അത് അങ്ങനെ വരും. അപ്പോൾ അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പച്ച കളറിൽ റിബൺ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ബാക്കിലെ ഭാഗം ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുത്തു. ഇനി അതിന് ശേഷം ചെറുതായിട്ട് ഞെറിവിട്ടിട്ട് ഞാൻ ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ ചെയ്താലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നല്ലൊരു കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കാണാൻ. വേണമെങ്കിൽ മൊത്തം നമുക്ക് നെറിവിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒറ്റ ഇതിനങ്ങ് ചെയ്താലും മതി. നെറിവ് ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇത്തിരി ഭാഗത്ത് നമ്മൾ ഗം തേക്കുക, എന്നിട്ട് തിരിച്ച് ഒട്ടിക്കുക, കണ്ടോ. പിന്നെ വീണ്ടും ഗം തേച്ചിട്ട് അത് കുറച്ച് ലെങ്ത്തിൽ ഒട്ടിക്കുക, എന്നിട്ട് അത് വീണ്ടും മുമ്പോട്ട് എടുത്തിട്ട് കുറച്ച് ഒട്ടിച്ചിട്ട് ഗം തേച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ നീട്ടി ഒട്ടിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിക്കുന്നത്. അതായത് ആ ഒരു ഭാഗത്ത് മാത്രം, അവിടെ മാത്രം ഞാനൊരു പകുതി ഭാഗത്ത് മാത്രം ഞാനങ്ങനെ ഞെറിവിട്ട് ഒട്ടിക്കുകയാണ്. തയ്ക്കാൻ അറിയുന്നവർക്ക് തയ്ച്ച് ചെയ്താലും മതി കേട്ടോ. വെറുതെ ഗം തയ്ച്ച സമയം കളയേണ്ട കാര്യമില്ല. ഒറ്റയടിക്ക് ഇതേപോലെ നെറിവിട്ട് തയ്ച്ചിട്ട് എന്തെങ്കിലും വെച്ച് ഒട്ടിച്ച് ഇതിലോട്ട് അങ്ങ് ഒട്ടിച്ച് വെച്ചാൽ മതി. ബോർഡറിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി ഞാൻ അതിന് ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിസ്തയുടെ ഷെല്ലില്ലേ, പിസ്ത കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഷെല്ല് നല്ലവണ്ണം വാഷ് ചെയ്യണം. എന്നിട്ട് നല്ല രീതിയിൽ ഉണക്കിയെടുക്കണം കേട്ടോ. ഉണക്കിയിട്ട്, അതായത് ഉപ്പിൻ്റെ അംശം ഒന്നും ഉണ്ടാവാൻ പാടില്ല, അത്ര നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് കഴുകിയെടുത്തത് ഇതേപോലെ ചെറിയൊരു പീസ് പേപ്പറിലോട്ട് കുറച്ച് പശ തേച്ചിട്ട് ഇതേപോലെ നിവർത്തി വെച്ച് ഒട്ടിക്കുക. അത് ഏതൊക്കെ രീതിയിൽ ഒട്ടിച്ചാലും നമുക്കൊരു പൂ കിട്ടും. അതിനും വലിയ കഴിവിൻ്റെ ഒന്നും മീൻസ് വലിയ എന്താ പറയുക ക്രിയേറ്റിവിറ്റീൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ചുറ്റും ഒട്ടിച്ച് കഴിയുമ്പോൾ അത് ഓൾറെഡി ഒരു പെറ്റിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഇതുപോലത്തെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഫ്ലവർ വെച്ചിട്ടാണ് ബാസ്ക്കറ്റ് അറേഞ്ച് ചെയ്യുന്നത്. കാരണം നമ്മുടെ ബാസ്ക്കറ്റിന് ഒരു എന്താ പറയുക ജൂട്ടിൻ്റെ ത്രെഡ് വെച്ചിട്ടല്ലേ കൂടുതലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഫ്ലവറാണ് എടുക്കുന്നത്. ഇനി കുറച്ച് പകുതി ഭാഗം വരെ ഞാൻ ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ ലീവ്സ് എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ ലീവ്സ് വെക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു വൃത്തിക്ക് അങ്ങ് ഇരിക്കും. അല്ലെങ്കിൽ നമ്മൾ സാധാ ഉണ്ടാക്കുന്ന പോലത്തെ ലീഫില്ലേ, അതുണ്ടാക്കി ഒട്ടിച്ചു കൊടുത്താലും മതി. നമുക്കിതിന് പകരം ഫ്രഷ് ഫ്ലവേഴ്സ് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ ഓപ്ഷൻ, നമ്മുടെ ചോയ്സാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ആ ഫ്ലവേഴ്സ് കുറച്ച് എടുത്തതിന് ശേഷം അതങ്ങ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ച് വലിയ പൂക്കൾ ആ ഭാഗത്ത് വെച്ചിട്ട്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒട്ടിക്കുന്നതിന് മുമ്പ് ആദ്യം ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കിയിട്ട് അവസാനം ഒട്ടിച്ചു കൊടുത്താലും മതി. ഇനിയിപ്പോൾ എന്താ പറയുക ചീത്തയായി പോകും എന്നുള്ള ഡൗട്ടുള്ളവർക്ക് അങ്ങനെ ആദ്യം ജസ്റ്റ് നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് അങ്ങ് ലാസ്റ്റ് ഗമ്മ് തേച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ കുറച്ച് പൂക്കൾ പോലെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം മാത്രം കേട്ടോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അടുത്ത, അതായത് നമ്മുടെ ഈ ഹോൾഡ് ചെയ്യുന്ന ഇതിൻ്റെ ആ ഒരു പോർഷൻ മാത്രമേ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി അതിനുശേഷം ഇതുപോലത്തെ റെഡ് കളറ് മുത്തുകൾ, അപ്പോൾ കുറച്ച് അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് അത് വെച്ച് കൊടുത്തു. ഇതിപ്പോൾ അടുത്ത ഞാൻ മറ്റേ ഭാഗത്ത് കുറച്ചധികം പൂക്കൾ വെച്ചില്ലേ, ഈ ഭാഗത്ത് ഒരൊറ്റ പൂവും കുറച്ച് ആർട്ടിഫിഷ്യൽ ഈ പറഞ്ഞ എന്താ പറയുക നമ്മുടെ ലീഫുമാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ കുറച്ച് സിമ്പിളാക്കി വെക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കണ്ടോ, അപ്പോൾ ആ റെഡ് മുത്തുകൾ കൂടി വന്നപ്പോഴേക്കും കുറച്ചുകൂടി അട്രാക്റ്റീവായി. പിന്നെ ആ പൂക്കൾ നമ്മൾ കുറേ വെച്ചപ്പോൾ വലിയ പൂവായില്ലേ, അപ്പോൾ ചെറിയ ചെറിയ ബട്ടുകളും വെക്കാം. അങ്ങനെയാണ് ചെറിയ മൊട്ടുകൾ പോലെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ
എനിക്ക് കുറച്ചുകൂടി പൂക്കൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇതുപോലെ ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പശ തേച്ചിട്ട് റൗണ്ടിൽ ഒട്ടിച്ച് നമുക്ക് കുറച്ചധികം പൂക്കൾ തന്നെ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഹോൾഡ് ചെയ്യുന്ന ആ ഭാഗത്തിൻ്റെ അടിഭാഗം കാട്ടനാണെന്ന് കാണാൻ കഴിയും ഇല്ലേ? അപ്പോൾ അതൊന്നും എനിക്കൊന്ന് ഹൈഡ് ചെയ്യണം. അത് മാത്രമല്ല, ഇതിപ്പോൾ മൊത്തത്തിൽ ഒരിത്തിരി കളറ് ഒന്ന് ഡിമ്മായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ബ്രൈറ്റൻ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഹോൾഡ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ അടിഭാഗത്ത്, അതായത് നമുക്ക് വിസിബിൾ ആണ് അവിടെ, അപ്പോൾ അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ റെഡ് കളർ റിബൺ വെച്ചിട്ട് അത് അങ്ങോട്ട് വെച്ച് കൊടുക്കണേണ്. അപ്പോൾ കുറച്ചും കൂടി കളർഫുള്ളാണ്. കാരണം ആ ബോർഡറും ആ ഇതും കൂടി വരുമ്പോൾ ഒന്ന് മാച്ച് ആവും. കാരണം പിസ്താഷ്യയിൽ എനിക്ക് കളർ അടിക്കാൻ താല്പര്യമില്ല. അതിൻ്റെ ആ കളറ് തന്നെ അതിന് പ്രത്യേക ഭംഗി തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അതുപോലെ തന്നെ ആ അടിഭാഗത്തും ഇതുപോലെ ഞാൻ ആ റിബൺ വെച്ചിട്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാസ്ക്കറ്റ് ഞാൻ ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പേപ്പറും അലുമിനിയം ഫോയിലും അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിതിപ്പോൾ കുറച്ച് മിഠായി ചോക്ലേറ്റ്സ് ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മുകൾ ഭാഗത്ത് കുറച്ചധികം ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി താഴെ ഭാഗം നമ്മൾ മാക്സിമം ഫില്ല് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ ചോക്ലേറ്റുകൾ വെക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാകും. അപ്പോൾ ഇതുപോലത്തെ ഞാൻ കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ട് ആ ബാസ്ക്കറ്റ് മാക്സിമം ഫില്ല് ചെയ്യാൻ നോക്കുകയാണ്. ഫില്ല് ചെയ്യുക മാത്രമല്ല ലക്ഷ്യം, കുറച്ചും കൂടി അട്രാക്റ്റീവ് ആകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കുറച്ച് പൂക്കൾ അവിടെ വെക്കുകയാണ്. പിന്നെ അതിൻ്റെ പൊക്കത്ത് കുറച്ച് നമ്മുടെ ഗ്രീൻ കളറ് ലീവ്സ് ഇട്ടിട്ട് അതിൻ്റെ പൊക്കത്ത് ഇതേപോലെ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സും വെച്ചു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. ഇനി അടുത്ത ക്രാഫ്റ്റ് ഐറ്റമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.